ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, രഞ്ജിത്തിനെതിരെയുള്ള നിയമ നടപടിക്കുള്ള സാധ്യതകളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ ഇതിനു വേണ്ടിയായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നത്. ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. കേസെടുക്കുന്നതിനെക്കുറിച്ചുള്ള നിയമസാധ്യതയെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് രഞ്ജിത്തിനെതിരായിട്ട് മാത്രമായിരുന്നില്ല സമരം. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ഉണ്ടായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ള ശ്രീ സിദ്ദിഖിന്റെ രാജിയും ശ്രീ രഞ്ജിത്തിന്റെ രാജിയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ അത് തെളിവുകളുടെ പിൻബലത്തിലാണ് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ സംസ്ഥാന സർക്കാർ 4.5 വർഷം അടയിരുന്നു ഇത് മൂടിവെച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ തുടർന്ന് നടപടികൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. ഓരോരോ കാരണങ്ങളിൽ ചുമത്തി നേരത്തെ ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞുകൊണ്ട് കൊടുത്തില്ല എന്ന് പറയുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം കോടതി എന്തോ ചോദിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഇനി കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് കൈ ഒഴുകുന്ന രീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനെതിരെ മാത്രമല്ല, ഇപ്പോ ഈ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യം, അതിനോട് ശ്രീ സജി ചെറിയാന്റെ പ്രതികരണം, ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് നമ്മൾ 2 ദിവസത്തിന് ശേഷം മടങ്ങി വരികയാണ്. തുടക്കത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലായിരുന്നു ചർച്ചയെങ്കിൽ ഇപ്പോ ശ്രീ രഞ്ജിത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖിന്റെയും ഒക്കെ രാജി വന്നത് ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള കാതലായ വിഷയം ഇപ്പോഴും അവിടെ അവസാനിക്കുന്നു, അവിടെ തുടരുന്നു. അതിന്റെ തുടർ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ സർക്കാരിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില പാരഗ്രാഫുകൾ ഒഴിവാക്കിയിരുന്നല്ലോ. ആ പാരഗ്രാഫുകൾ ഒഴിവാക്കിയത് സർക്കാരല്ല, സർക്കാരിൻ്റെ അറിവോടെയല്ല. അത് വിവരാവകാശ കമ്മീഷനായിരിക്കും ആ പാരഗ്രാഫുകൾ ഒഴിവാക്കിയത്. കാരണം സ്വകാര്യത മാനിക്കേണ്ടത് വിവരാവകാശ കമ്മീഷന്റെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് വിവരാവകാശ കമ്മീഷന്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചായിരിക്കും ആ പാരഗ്രാഫുകൾ വെട്ടിയതെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. ഒരിക്കലുമല്ല. ഈ സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അഥവാ ഉദ്യോഗസ്ഥയാണല്ലോ വിവരാവകാശ കമ്മീഷന്റെ ഉദ്യോഗസ്ഥയായി. അതായത് എല്ലാ ഓഫീസുകളിലും ഒരു വിവരാവകാശ കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ഉണ്ടാകേണ്ടതുണ്ട്. അത് അഡീഷണൽ ചാർജ് ആണ്. നിലവിലുള്ള ഉദ്യോഗസ്ഥന് തന്നെ വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകാൻ കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ്. അത് ഇൻഫർമേഷൻ ഓഫീസർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന പേരിൽ എല്ലാ ഓഫീസിലും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ കൾച്ചറൽ ഓഫീസറുടെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും ഇത്തരത്തിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്. ആ ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ സർക്കാരിലെ ജീവനക്കാരനാണ്, താൽക്കാലിക ചുമതല മാത്രമാണ്. അവിടെ വിവരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്താ പറയാ, അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിന്റെ ലയബിലിറ്റി അഥവാ അത് പ്രവർത്തിക്കേണ്ടത് വിവരാവകാശ നിയമം അനുസരിച്ചാണ്. ഇവിടെ വിവരാവകാശ നിയമം അനുസരിച്ച് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കത്തിൽ ഇന്ന പാരഗ്രാഫുകൾ ഒഴിവാക്കി ബാക്കി റിലീസ് ചെയ്യണമെന്നോ വ്യക്തിപരമായി എന്തെങ്കിലും ആരെങ്കിലും പ്രതിപാദിക്കുന്നുണ്ട്, ഇരകളുടെ വിവരങ്ങൾ സൂക്ഷിക്കണം എന്നും പറയുമ്പോൾ ഇവിടെ സർക്കാർ ഈ ഉദ്യോഗസ്ഥരെ മറയാക്കിക്കൊണ്ട് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് ഇതിലെ പീഡിതരെയല്ല, പീഡകർ ആരൊക്കെയാണോ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ വേട്ടക്കാർ ആരൊക്കെയാണോ അവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത്. അത് പുറത്തുവിടണം. നേരത്തെ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും പിന്നീട് സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെച്ചാണെന്നും എല്ലാവർക്കും അറിയാം. ആ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ അടിയന്തരമായി കേസെടുത്ത് അന്വേഷണം നടത്തണം. കേസെടുക്കുന്നതിന് തടസ്സമില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില മന്ത്രിമാർ കേസെടുക്കുക അസാധ്യമാണെന്ന് പറയുന്നു, മുൻ മന്ത്രിമാർ പറയുന്നു. പക്ഷെ ഇവിടെ സർക്കാരിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ രംഗത്തു നിന്നുള്ള ചില നടിമാർ ഇപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, മുകേഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഈ സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയുമുള്ള ആരോപണം, റിയാസ് ഖാനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അവരെല്ലാം വർഷങ്ങൾക്ക് മുൻപ് ഈ ആരോപണവുമായി മുന്നോട്ട് വന്നപ്പോൾ വർഷങ്ങളായി ആരോപണം ഉന്നയിക്കുന്നവരാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി പുറത്തു വന്നതോടെ ഈ ആരോപണങ്ങൾക്കെല്ലാം ഒരു ആധികാരികത കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വരും ദിവസങ്ങളിലും കൂടുതൽ
കൂടുതൽ നടിമാർ ഈ ആരോപണവുമായി വിവിധ നടന്മാർക്കെതിരെ ആരോപണവുമായി മുന്നോട്ട് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ വർഷങ്ങളായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അങ്ങനെയാണെങ്കിൽ സർക്കാർ മനഃപൂർവ്വം ഈ റിപ്പോർട്ട് പുറത്തു വരാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതൊരു വലിയൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. സർക്കാരിനേക്കാൾ പവറുള്ള ഒരു പവർ ഗ്രൂപ്പിന്റെ ഇടപെടൽ ഇതിനെല്ലാം പിന്നിൽ ചരട് വലിക്കുന്നതായി പ്രതിപക്ഷം വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സർക്കാരിന്റെ പിന്നിൽ ഈ പവർ ഗ്രൂപ്പ് സർക്കാരിനും സ്വാധീനമുള്ള പവർ ഗ്രൂപ്പാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തികളിൽ ഒരാൾ സംസ്ഥാനത്തിന്റെ മന്ത്രിസഭയിൽ അംഗമാണ്. ശ്രീ കെ ബി ഗണേഷ് കുമാറാണ് ഇതിൽപ്പെട്ട ആത്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലുള്ളത്. അദ്ദേഹത്തെ നടപടിയും ഉണ്ടാകില്ല. മാത്രമല്ല, ഇവിടെ കഴിഞ്ഞ 4.5 വർഷമായി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരുന്നതിന് നിയമപരമായി ഒരു ന്യായീകരണവും സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല. അതിന്